Most welcome to the most wanted. ഒരു നൂറ്റാണ്ട് പിന്നിട്ട RSSന്റെ പന്ഥാവിലൂടെ ഒരു യാത്ര നടത്തുന്നത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ കുതുകികൾക്കും വളരെ കൗതുകകരമായിരിക്കും. അത് ആ ഒരു വിലയിരുത്തൽ തീർച്ചയായിട്ടും RSSന്റെ വളർച്ചയെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാകുന്നതിന് ഉപകരിക്കും എന്നുള്ളതുകൊണ്ട് RSSന്റെ 100ാം വാർഷികം പ്രമാണിച്ച് ഉള്ള ഒരു എപ്പിസോഡാണിത്. ഇതോടൊപ്പം തന്നെയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുക്കുന്നതും ഇതേ കാലയളവിലാണ്. അതായത് 1925 ഇത് തമ്മിലുള്ള ഒരു താരതമ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും RSSന്റെ വളർച്ചയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ നടത്താമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ RSSന്റെ പന്ഥാവിലൂടെ ഒരു യാത്ര നമുക്ക് നടത്താം. 1925 മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെച്ച് സെപ്റ്റംബർ 27 RSS സ്ഥാപിതമാകുന്നത്. ആദ്യം അത് രാഷ്ട്രീയ സേവാ സമിതി എന്നുള്ള നിലയ്ക്കാണ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘമായി മാറുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ളത്. പക്ഷേ അതിന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള നേതാവ് എന്ന് പറയുന്നത് വിനായക് ദാമോദർ സർവർക്കറാണ്. വീര സർവർക്കർ എന്നറിയപ്പെടുന്ന സർവർക്കറാണ് അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ച വ്യക്തി. അതിന് നിരവധി ഗ്രന്ഥങ്ങളും മറ്റും ഒക്കെ ആധാരമായിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം. അങ്ങനെ ഈ 1925 സെപ്റ്റംബർ 27 എന്ന് പറയുന്ന ഒരു വിജയദശമി ദിനമായിരുന്നു. ഇന്നലെയും ഒരു വിജയദശമി ദിനമായിരുന്നു. ഇന്നലെയാണ് 100ാം വാർഷികം ആഘോഷിച്ചത്. ആദ്യമൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയാകണം, രാഷ്ട്രീയ രൂപം കൈവരിക്കണമെന്നൊന്നും RSSന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഒരു ഹിന്ദു എന്ന സാംസ്കാരിക സ്വത്വബോധത്തെ വളർത്തിയെടുക്കുക, അങ്ങനെ സമൂഹത്തിൽ അത് വ്യാപിപ്പിക്കുക, രാജ്യത്താകെ വ്യാപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ആദ്യകാലത്ത് RSS മുന്നോട്ട് വച്ചത്. ആ തുടക്കകാലം മുതൽ തന്നെ ഉന്നത കുലജാതിക്കാരായിട്ടുള്ള ആളുകളാണ്, പ്രത്യേകിച്ചും ബ്രാഹ്മിൺസൊക്കെയാണ് RSSൽ ചേർന്നുകൊണ്ടത്. പിന്നീടാണ് അതിന് മാറ്റമുണ്ടായി ഒരു മാസ് മൂവ്മെൻറ്റ് എന്നുള്ള നിലയിലേക്ക് അത് വളർന്നു വന്നത്. എന്നാലും സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ യാഥാസ്ഥിതികത്വം RSSന്റെ ഒരു മുഖമുദ്രയായിരുന്നു. അതുപോലെ ഹിന്ദു രാഷ്ട്രവാദം, ന്യൂനപക്ഷ വിരോധം, ദലിത് വിരുദ്ധത എന്നിവ RSSന്റെ മുഖമുദ്രയാണ് അന്നും ഇന്നും എന്ന് പറയുന്നാൽ തെറ്റാവില്ല. എന്നാൽ സാമൂഹ്യ സേവന രംഗത്ത് ഇവർ ഏറെ മുന്നിട്ട് നിൽക്കുകയാണ്. അത് രാഷ്ട്രീയമില്ലാതെ തന്നെ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ തന്നെ അറിയാം. ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ, അപകടമുണ്ടായാൽ അവിടെയെല്ലാം ഓടിയെത്തുന്ന സന്നദ്ധ സേവകരാണ്. ഒരു സന്നദ്ധ സംഘടന എന്നുള്ള നിലയ്ക്കാണ് യഥാർത്ഥത്തിൽ RSSന്റെ പിറവി. അതിനൊരു സൈനിക സമാനമായ ഒരു പരിശീലന സമ്പ്രദായവും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഡ്രില്ല്, കായികാഭ്യാസം, അമ്പലമുറ്റങ്ങളിലൊക്കെ കായികാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഹനുമാനായിരുന്നു ഇവരുടെ ആരാധനാമൂർത്തി. അതായത് ലങ്കയിൽ നിന്ന്, രാവണനിൽ നിന്ന് സീതയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി സഹായിച്ച ആ സഹായി എന്നുള്ള അർത്ഥത്തിൽ ഹനുമാനായിരുന്നു. ഹനുമാൻ പൂജയോടുകൂടിയാണ് RSSന്റെ എല്ലാ പരിപാടികളും ആദ്യകാലങ്ങളിൽ നടന്നു വന്നിരുന്നത്. 1940 ആയപ്പോഴേക്കും ഹെഡ്ഗേവാർ മരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം മാധവ് സദാശിവ് ഗോൾവാൾക്കർ എന്ന MS ഗോൾവാൾക്കർ നേതൃത്വം ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കൂടുതൽ വ്യാപകമായി RSSന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്
ഇതാണ്, ശാഖയാണ്. അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ, ബ്രാഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഇന്ത്യയിലാകമാനം ശാഖകൾ വ്യാപിക്കാൻ തുടങ്ങിയത് ഗോൾവാൾക്കറിൻ്റെ കാലത്താണ്. 1948 ആയപ്പോഴേക്കും RSS നിരോധിക്കപ്പെടുന്നു ഗാന്ധി വധത്തെ തുടർന്ന്. നാഥുറാം വിനായക് ഗോഡ്സെ RSS പ്രവർത്തകനായിരുന്നു, പ്രചാരകനായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. RSS പക്ഷേ അത് നിഷേധിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഹിന്ദു വിശ്വാസി മാത്രമായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്, RSS അവകാശപ്പെടുന്നു. എന്തായാലും 1949 ആ നിരോധനം പിൻവലിച്ചു. ഇന്ത്യൻ ഭരണഘടനയോടും ദേശീയ പതാകയോടും കൂറ് പുലർത്തിക്കൊണ്ട് തനതായ RSS പ്രവർത്തിക്കാനുള്ളൊരു ഭരണഘടന ഉണ്ടാക്കാമെന്നുള്ള ഉറപ്പിന്മേലാണ് ആ നിരോധനം പിൻവലിക്കുന്നത്. 1951 ആയപ്പോഴേക്കും ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘം BJS, അന്ന് ഭാരതീയം എന്ന് പൊതുവെ പറയാറില്ലെങ്കിലും ജനസംഘം രൂപീകരിച്ചത് 1951. അതിന് നേതൃത്വം നൽകിയത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. RSSൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ വിഭാഗമാണ് ജനസംഘമായി രൂപാന്തരപ്പെട്ടത്. 77-79 കാലഘട്ടത്തിൽ ജനതാ പാർട്ടിയോടൊപ്പം RSS ചേർന്നു. മൊറാർജി ദേശായിയുടെ മന്ത്രിസഭയിൽ വാജ്പേയി മന്ത്രിയുമായിരുന്നു. ഒരു നിർണായക കക്ഷിയായി അന്നത്തേക്ക് ആ കാലത്ത് RSS വളർന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ഈ ജനതാ പാർട്ടി സോഷ്യലിസ്റ്റ് ചിന്താഗതി ഉള്ളവരായതുകൊണ്ട് അവരുമായിട്ട് തെറ്റിപ്പിരിയേണ്ടി വന്നു. അതിനുശേഷം സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് 1980 ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിൽ BJP രൂപീകരിക്കപ്പെടുന്നത്. എന്നാൽ ഗോൾവാൾക്കർ 73 ആയപ്പോൾ മരിച്ചു. തുടർന്ന് മധുകർ ദത്താത്രേയ ദേവരസ് എന്ന പേരിൽ സംഘചാലക്, പ്രമുഖനായ നേതാവ് ഉയർന്നു വരികയാണ്. ഇക്കാലയളവിലാണെങ്കിൽ 2 പ്രാവശ്യം നിരോധനം നേരിട്ടു. ആദ്യം 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ, അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കാലയളവിൽ 92 ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് ഒക്കെ 2 തവണ നിരോധനം നേരിടേണ്ടി വന്നു. പല നേതാക്കന്മാരും ഒളിവിൽ പ്രവർത്തിക്കേണ്ടി വന്നു. പിന്നീട് 1994 രാജേന്ദ്ര സിംഗിൻ്റെ നേതൃത്വത്തിൽ സർസംഘചാലകായി അദ്ദേഹം മാറുന്നു. 96 കേന്ദ്രത്തിൽ അധികാരത്തിൽ വരത്തക്കവണ്ണം സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായി BJP മാറുകയാണ്. ഇദ്ദേഹമാണെങ്കിൽ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ തനതായ സാമ്പത്തികമായ സ്വയം പര്യാപ്തത വേണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്ന ആളാണ്. വിദേശ നയത്തിലും ഇദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്നു. അങ്ങനെ 98 വീണ്ടും വാജ്പേയി അധികാരത്തിൽ വരുന്ന അവസ്ഥയുണ്ടായി. ആ കാലയളവിലാണ് 98 ശേഷം 98 വാജ്പേയി ഗവൺമെൻറ് 13 മാസമാണ് ഭരണത്തിലുണ്ടായിരുന്നത്. AIDMK ആണവ കരാറുമായി ബന്ധപ്പെട്ട് പിന്തുണ പിൻവലിച്ചതുകൊണ്ടാണ് ഭരണം നഷ്ടപ്പെടുന്നത്. പിന്നീട് RSSൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത് KS സുദർശനാണ്. 2000 മുതൽ 2009 വരെ കർണാടക സ്വദേശിയായ KS സുദർശൻ സർസംഘ ചാലകായി വരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തും വിപുലമായ സംഘപരിവാരം യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത് KS സുദർശൻ്റെ കാലഘട്ടത്തിലാണെന്ന് പറയുന്നത്. ഏതാണ്ട് 17 തരം സംഘടനകൾ, അതിനകത്ത് VHP, ബജ്രംഗദൾ, മഹിളാ മോർച്ച, യുവമോർച്ച, ABVP, വിദ്യാർത്ഥി പരിഷത്ത് തുടങ്ങി അങ്ങനെ ഒട്ടനവധി ബഹുജന സംഘടനകൾ എന്ന് പറയാവുന്ന സംഘടനകൾ ഒരു കുടക്കീഴിൽ, BJPയുടെ കുടക്കീഴിൽ, RSSൻ്റെ കുടക്കീഴിൽ കൊണ്ടുവന്നത് KS സുദർശനാണ്. 1909 ആയപ്പോഴേക്കും വീണ്ടും മോഹൻ ഭഗവത്
BJPയുടെ നേതൃത്വത്തിലേക്ക് സർസംഘ ചാലകായി കടന്നു വരിക എന്നതാണ് നാം കണ്ടത്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രചാരണ പരിപാടിയാണ് നടത്തിയത്. അതുകൊണ്ടിപ്പോൾ 83,000-ത്തിലധികം ശാഖകൾ RSSന് ഇന്ത്യയിലുടനീളമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും 2014 വീണ്ടും BJP അധികാരത്തിൽ വരികയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലേൽക്കുകയാണ്. ക്ലിയർ കട്ട് മെജോറിറ്റിയോടുകൂടിയാണ്, വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ലോക്സഭയിൽ അന്ന് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല, ലോക്സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരിഷ്കാര വീക്ഷണം നേരത്തെ പറഞ്ഞ രാജേന്ദ്ര സിംഗ് എന്ന് പറയുന്ന സർസംഘ ചാലകൻ്റെ അതേ കാഴ്ചപ്പാടിൽ സ്വയം പര്യാപ്തത രാജ്യത്തിനുണ്ടാകണം. അതുകൊണ്ട് ഒരു പൊതു നികുതി സമ്പ്രദായം ഏർപ്പെടുത്തണം എന്നുദ്ദേശിച്ചുകൊണ്ട് 2017 GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ് പരിഷ്കാരം ഏർപ്പെടുത്തുകയാണ്. അതിൻ്റെ മുദ്രാവാക്യം തന്നെ രാജ്യത്തിൻ്റെ നികുതിപ്പണം രാജ്യത്തിനൊട്ടാകെ ലഭിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നല്ലവണ്ണം നികുതി കേരളത്തിൽ നിന്ന് പിരിച്ചാലും വേണ്ട വിധം വിഹിതം ഇപ്പോഴും കേരളത്തിന് കിട്ടുന്നില്ല എന്ന് വിലപിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. എന്തായാലും ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികളിലൂടെ, ക്യാമ്പയിനുകളിലൂടെ BJP അധികാരത്തിലേക്ക് വരുന്നത് ഈ കാലയളവിലാണ്. 100 വർഷം എത്തിയപ്പോൾ അതിനെ മുമ്പേ തന്നെ 1998 മുതൽ അവർ അധികാരത്തിൻ്റെ ഭാഗമാകാൻ തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിലേക്ക് നയിച്ചത് ഇവർ നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില മൈൽ സ്റ്റോൺ ക്യാമ്പയിനുകളുണ്ട്, നാഴികക്കല്ലുകളായ പ്രചാരണ പരിപാടികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോരക്ഷാ പ്രസ്ഥാനമാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, ദലിത് വിഭാഗങ്ങളൊക്കെ ബീഫ് കഴിക്കുന്നവരാണ്. മുസ്ലിങ്ങളാണെങ്കിൽ ബീഫ് കച്ചവടക്കാരാണ്. ക്രിസ്ത്യാനികളും ബീഫ് കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം എതിരായിട്ട് ഒരു ഹിന്ദു കൺസോളിഡേഷൻ, ഹിന്ദു ഏകീകരണം, ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗോരക്ഷാ പ്രസ്ഥാനം രൂപീകരിച്ചു. അത് വളരെയധികം ഫലപ്രാപ്തിയിലെത്തി എന്ന് വേണം കരുതാൻ. അതിനുശേഷം നമ്മൾ ഓർക്കുന്നുണ്ടാവും ഘർ വാപ്പസി, വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്ന ഘർ വാപ്പസി എന്ന് പറഞ്ഞാൽ പുനർപരിവർത്തനം. ഹിന്ദുക്കളായിരുന്നവർ മറ്റ് മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവർ തിരിച്ച് പുനർപരിവർത്തനം നടത്തണം എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഘർ വാപ്പസി നടത്തുക. ഇത് ലക്ഷ്യം വെച്ചതും ഇതേ വിഭാഗത്തെയാണ്, മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻ ദലിത് വിഭാഗങ്ങളാണ്. പിന്നീട് ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന പരിഷ്കാരത്തിന് വേണ്ടി വ്യക്തി നിയമങ്ങളിൽ ഏകീകരണം ഉണ്ടാകണം എന്നുള്ള ആ സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട്, അതുകൊണ്ട് സംവരണ വിരുദ്ധ നിലപാട് 91-ലൊക്കെ VP സിംഗിൻ്റെ കാലത്ത് മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കാൻ പോകുന്ന കാലത്തൊക്കെ നടത്തിയ രഥയാത്ര നമുക്കറിയാം. അത് 1990-ലാണ് രഥയാത്ര LK അദ്വാനി നയിക്കുന്നത്. അതുപോലെ രാമജന്മഭൂമി പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1984-ലാണ്. ആ ലക്ഷ്യം നേടുന്നത് അവിടെ രാമക്ഷേത്രം പണിയുന്നത്, പക്ഷേ അതിനുശേഷം 2024 ജനുവരിയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമാകുന്നത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് എത്ര നാൾ മുമ്പാണെന്ന് ആലോചിച്ച് നോക്കും. ഏകദേശം 40 വർഷം മുമ്പ് 1984 VHP ആണ്, വിശ്വ ഹിന്ദു പരിഷത്താണ് അതിന് നേതൃത്വം നൽകിയത്. അങ്ങനെ അതിനുശേഷം നടന്ന 89-ൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടമുണ്ടാക്കാൻ ഈ ക്യാമ്പയിന് കഴിഞ്ഞു. 90-ലെ രഥയാത്രയ്ക്കും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്തായാലും 92 ഡിസംബർ 6-ന്
ബാബറി മസ്ജിദ് തകർത്തു. കരസേവകർ അയോധ്യയിലെത്തി ശിലകൾ പാകി, രാമമന്ദിറിന് വേണ്ടി ശിലകൾ പാകി എന്നാണ് പറയുന്നത്. ഈ കേസിൽ അദ്വാനി ഉൾപ്പെടെ ഉള്ള മുരളി മനോഹർ ജോഷി ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് കേസുണ്ടായെങ്കിലും പിന്നീട് 2020 ഇവരെ സമ്പൂർണമായി നിരപരാധികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഗൂഢാലോചന ഉണ്ടായിരുന്നില്ല, പെട്ടെന്നുണ്ടായ ഒരു സംഭവ വികാസമെന്ന് കണ്ടെത്തിയാണ് കോടതി ഇവരെ എല്ലാം വെറുതെ വിട്ടത്. അതിനുശേഷം 2014 മോദി ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണ്. മോദി ഗവൺമെൻറ് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അധികാരത്തിൽ വരുന്നു. 2019 മോദി വന്നതാകട്ടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അധികാരത്തിൽ വരികയും അതിനെ തുടർന്ന് 2019 തന്നെ ജമ്മു ആൻഡ് കാശ്മീർ 370 ഭരണഘടനാ ഭേദഗതി സ്വയംഭരണാവകാശം ഇല്ലാതാക്കി ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തു. അത് RSSൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു എന്നുള്ളതും അങ്ങനെ മോഡി ഓരോന്നോരോന്നായി നടപ്പാക്കാൻ തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ് മോദിക്ക് അത്രയും സ്വീകാര്യത ലഭിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു 2024 ആയപ്പോഴേക്കും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അതിന് തൊട്ടു മുമ്പ് ആണ് ഈ രാം മന്ദിർ അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞത്. അതിൻ്റെ പൂജാതി കർമ്മങ്ങളുമൊക്കെ നമ്മൾ ലൈവായിട്ട് ദൃശ്യങ്ങൾ കണ്ടതാണ്. അതേ തുടർന്ന് NDAക്ക് ഒറ്റയ്ക്ക് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത, അല്ലെങ്കിൽ NDAക്ക് കിട്ടാത്ത അവസ്ഥ വന്നു. പിന്നീട് രണ്ട് കക്ഷികളെ TDPയെയും തെലുങ്കുദേശം പാർട്ടിയെയും ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെയും കൂട്ടിച്ചേർത്ത് അധികാരം നിലനിർത്താൻ തൽക്കാലത്തേക്ക് കഴിഞ്ഞു. എന്നാൽ ഈ കാവ്യവൽക്കരണം BJP തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉദാഹരണമാണ് അഹമ്മദാബാദ് സിറ്റിക്ക് പേര് ഇപ്പോൾ പ്രയാഗ്രാജ് എന്നാണ്. അതുപോലെ മുഗൾ സർവാണി ജംഗ്ഷൻ എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്നതിന് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഭാരതീയ ന്യായ സംഹിതയാക്കി BNS ആക്കി മാറ്റി. ഇന്ത്യയെ തന്നെ ഇന്ത്യ എന്ന അതിന് പകരം ഭാരത് എന്ന പ്ലക്കാർഡുമായിട്ട് UN-ലൊക്കെ പറഞ്ഞ് UN അംഗീകരിച്ചിട്ടൊന്നുമില്ല എങ്കിൽ പോലും അവസാനം ഇതാ 100 രൂപ നാണയവുമായിട്ട് നൂറ്റാണ്ടിൻ്റെ പൈതൃകം പേറുന്ന പിറന്നാൾ ദിനത്തിൽ 100 രൂപയുടെ നാണയം, അതിൽ RSSൻ്റെ ഭാരതാംബയാണ് 3 പ്രചാരകർ നിൽക്കുന്ന പടമുള്ള ഒരു 100 രൂപ നാണയം പ്രസിദ്ധ RBIയിലൂടെ പുറത്തു വന്നു. അതോടൊപ്പം തന്നെ ഒരു സ്റ്റാമ്പും BJPയുടെ RSSൻ്റെ 100ാം വാർഷികത്തിൻ്റെ സ്മരണാർത്ഥം സ്റ്റാമ്പും പുറത്തിറക്കി. ഇങ്ങനെ പറഞ്ഞു വന്നത് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ 100 വർഷം ഇന്ത്യയിൽ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനം, അതിൻ്റെ രാഷ്ട്രീയ വിഭാഗത്തിന് ഏതാണ്ട് 98 മുതൽ ഇങ്ങോട്ട് അധികാരത്തിൽ എത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ 19 ഇടത്തും പര്യടനം നടത്തുന്നത് BJPയാണ്. കേവലം 3 മാത്രമാണ് കോൺഗ്രസ് ഉള്ളത്. ഈ സ്ഥിതിയിലേക്ക് രാജ്യമാകെ BJPയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ, സംഘപരിവാർ രാഷ്ട്രീയം പ്രചരിപ്പിക്കുവാൻ RSSനാണ് കഴിഞ്ഞത്. RSSനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. RSSൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അതാത് കാലത്തെ തീരുമാനത്തിനനുസരിച്ചാണ് BJP പ്രവർത്തിക്കുന്നതും അവരുടെ അധികാര ശ്രേണിയും അങ്ങനെയാണ്. അപ്പോൾ പ്രധാനമായും നമ്മൾ ഈ 100 വർഷക്കാലം കൊണ്ട് കാണേണ്ടത് ഒരു കേഡർ സ്വഭാവത്തിൽ ഭൂരിപക്ഷമില്ലെങ്കിലും, ഭൂരിപക്ഷം എന്തായാലും ഈ ഉന്നത കുലജാതിക്കാർ മാത്രം ചേർന്നാൽ ഭൂരിപക്ഷമാകില്ല. അതുകൊണ്ടിപ്പോൾ അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലേക്ക് കൂടി ഹിന്ദുമതത്തെ സന്നിവേശിപ്പിച്ച് ഹിന്ദുമതക്കാരാക്കി, നേരത്തെ ബുദ്ധമതക്കാരായിരുന്നില്ല ഏറെ പേരും എന്നുള്ളത് കൊണ്ട് അവരെയൊക്കെ മാറ്റി എടുക്കുന്നതിനും സ്വാധീനിക്കുന്നതിനും വേണ്ടി ഉള്ള പരിശ്രമങ്ങളിലാണ് ഇപ്പോൾ BJP ഏർപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് വേണം 2 പ്രസിഡന്റുമാരെ SC വിഭാഗത്തിൽ നിന്നൊരാളെ, ഇപ്പോൾ ST വിഭാഗത്തിൽ നിന്ന് ദ്രൗപദി മുർമു പ്രസിഡൻ്റാണ്. അതുപോലെ BJP പ്രസിഡന്റന്മാരിൽ
ഒരാളെ BJP ദലിത് സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ദലിത് പട്ടികവർഗ പ്രാതിനിധ്യം നല്ലവണ്ണം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട്. അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി സംഘടിതമായ പ്രവർത്തനങ്ങളിലൂടെ അത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒച്ചയും ബഹളവും ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. വലിയ അനൗൺസ്മെൻറ്റും പൊതുസമ്മേളനങ്ങളും റാലികളും ശക്തിപ്രകടനങ്ങളും ഒന്നും കാണാറില്ല. ചില രാഷ്ട്രീയ പദസഞ്ചലനങ്ങൾ, ചില വിശേഷ ദിവസങ്ങളിലുള്ള പ്രവർത്തനങ്ങളല്ലാതെ പൊതുയോഗങ്ങളോ മറ്റ് മൈക്ക് കെട്ടിയ ആഡംബരങ്ങളോ പന്തലുകൾ കെട്ടിയുള്ള പരിപാടികളൊന്നും RSS നടത്താറില്ല. വളരെ സാവധാനത്തിൽ ഇന്ത്യൻ ജനതയിലേക്ക് വേരൂന്നി ചെല്ലുന്ന ഒരു രാഷ്ട്രീയ മായിട്ടുള്ള, എന്നാൽ അതിനൊരു സാംസ്കാരിക തലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്ന് കാണാം. എന്തായാലും RSS കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം ഇന്ത്യയിൽ നടത്തിയ പ്രവർത്തനം അതൊരു സക്സസ് സ്റ്റോറി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കിക്കാൻ കഴിയില്ല. എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികളും ഗവേഷകരും ഇത് സംബന്ധിച്ച അഭിപ്രായ രൂപീകരണത്തിന് മുന്നോട്ട് വരും, തയ്യാറെടുക്കും എന്നാണ് ഈ കാരണം. ഇതാണ് എനിക്ക് ഈ BJPയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള അഭിപ്രായങ്ങൾ. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.